ഒരു ഗ്രാമത്തില് തുടർച്ചയായിട്ട് ടീനേജേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ കാണാതെയാവാണ്. എന്നാൽ അവരിൽ പലരെയും മുഖംമൂടി അണിഞ്ഞ ഒരു സൈക്കോ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ജനമധ്യേ ബോഡി നിക്ഷേപിച്ചിട്ട് പോവാണ്. അതായത് പോലീസിനോടും സൊസൈറ്റിയോടും എന്തോ ഒരു വിദ്വേഷമുള്ള പോലെ വെല്ലുവിളിക്കാണ്, പറ്റുമെങ്കിൽ കണ്ടുപിടിക്കട. എന്നാൽ ആ സൈക്കോ സെലക്ട് ചെയ്യുന്ന പെൺകുട്ടികളിലും ആ മുഖംമൂടിയുടെ പിന്നിലും പല ട്വിസ്റ്റുകളും രഹസ്യങ്ങളും മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ത്രില്ലും ട്വിസ്റ്റുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു തെലുഗു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ്. കഥയുടെ പേര് ഓപ്പറേഷൻ രാവൺ. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യാൻ കളയുന്നില്ല. ഇതിലും അടിപൊളി കഥകൾ നിങ്ങളിലേക്ക് തേടി എത്തിക്കാനായിട്ട് എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിവിട്ടേക്കണേ. കഥ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കഥകളുമായിട്ട് ഇനിയും കാണാനായിട്ട് ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കുറച്ചധികം നാളായാലേ നമ്മൾ കണ്ടിട്ട് ഇത്രത്തോളം ഡിലേ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് നമുക്ക് കടന്നാലോ. കഥയുടെ ആരംഭത്തില് ഏതോ ഒരു സ്ഥലത്ത് പൂജ പോലെ എന്തോ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു ഭാഗത്തെ ഒരു കല്യാണ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള പെൺകുട്ടിയുമായിട്ട് ഹൂഡി ധരിച്ച മുഖം മറച്ച ഏതോ ഒരുത്തനില്ലേ ചെസ് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ആ പെൺകുട്ടിയോട് അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ നിന്നെ സ്നേഹിച്ചവനെ ചതിച്ചളഞ്ഞ് നിനക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടുന്ന കരുതിയിട്ടാ? എന്നാൽ ആ പെൺകുട്ടി അവള് മറുത്തൊന്നും പറയുന്നില്ല. വല്ലാതെ പേടിച്ചേരണ്ടുകൊണ്ട് ആ ഒരു ചെസ് കളിക്കുമ്പോ അവിടെ കുറേയധികം പ്രാവുകളുണ്ട്. അല്ല ഈ കിളികളെന്താ ഇവിടെ? അപ്പോ ആ ഒരു ഹൂഡിയാണെങ്കില് ആ പക്ഷികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാനെ പറന്നക്കലിന് കുറേ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും അവർക്ക് കഴിയില്ല. കാരണം ആ കിളികളുടെ ചിറക് ഞാൻ അരിഞ്ഞു കളയും. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുമായിട്ട് ചെസ് കളിക്കായിരുന്നില്ലേ, അവളാണെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള മൂവ്മെന്റോട് കൂടി തന്നെ മുഖംമൂടിയെ തോൽപ്പിക്കുന്നു തോന്നുമ്പോ അവനാണെങ്കിൽ ആഹാ നീ കൊള്ളാല, നല്ല ഇന്റലിജന്റ് ആയിട്ട് തന്നെയാണ് നീ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു പെൺകുട്ടിയില്ലേ അവസാനം ആ ഒരു ഹൂഡിയെ തോൽപ്പിക്കാണ്, ചെക്ക് വെക്കാണ്. അപ്പോ അവന് വല്ലാതെ ദേഷ്യം വന്നിട്ട്, എന്ത് ഇവിടെ ജയിക്കേണ്ടത് ഞാനാണ്, എന്റേതായിരിക്കണം അന്തിമ തീരുമാനം. എന്നിട്ട് അവൻ ചെക്ക് വെച്ച ശേഷം അവിടെ പല വിധത്തിലുള്ള വാളുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതില് ഷാർപ്പായിട്ടുള്ള ഒരു വാള് കയ്യിലെടുക്കുകയാണ്. അത് കണ്ടപ്പോ ആ പെൺകുട്ടി അവൾ വല്ലാതെ പേടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ പെൺകുട്ടിയുടെ കാലുകളില്ലേ അവൻ ചങ്ങല കൊണ്ട് ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തെ ആ പ്രാവുകളെ ഒരിക്കലും രക്ഷപ്പെടാൻ വിടില്ല, അവരുടെ ചിറക് ഞാൻ അരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ പെൺകുട്ടികളുടെ ഒരു സൂചനയായിരുന്നു തോന്നുന്നുണ്ട്. അവള് കരഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയോ ആ ചങ്ങല പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അപ്പോ ആ ഒരു ഹൂഡി മുഖംമൂടിയില്ലേ അവന്റെ മുൻപില് ഏതോ ഒരു സ്ത്രീ വന്നിട്ട് അലറി വിളിച്ചുകൊണ്ട് അവളെ തീർത്തേക്ക്, അവളെ കൊന്നുകളാ, ഒരു സിമ്പതി നോക്കണ്ട. ഇനിയിപ്പോ ആ ഒരു ഹൂഡി കൊലയാളിയില്ലേ അവന്റെ സങ്കല്പമാണ് ആ സ്ത്രീ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ അവൻ ആ പെൺകുട്ടിയോട്, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് ഒരു നാട്ടില് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. അവളൊരു രാജകുമാരനോട്, എനിക്ക് നിന്നോട് ഭയങ്കര പ്രണയാണ്, ഒരിക്കലും നിന്നോടുള്ള സ്നേഹം കുറയൂല, നീയില്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ പാവം രാജകുമാരൻ വിശ്വസിച്ചു പോയി. എന്നാല് കുറച്ച് നാള് കഴിഞ്ഞപ്പോ ആ രാജകുമാരി പറഞ്ഞതെന്നറിയോ, എനിക്ക് വേറൊരു പയ്യൻ ഇഷ്ടമാണ്, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ആ പാവ രാജകുമാരൻ, നീയല്ലേ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞേ, അങ്ങനെയല്ലേ ഞാൻ ആഗ്രഹങ്ങൾ വളർത്തിയേ, എന്റെ ഹൃദയം മുഴുവൻ നീയാണ്, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എന്നെ വിട്ടുപോലെ. അതായത് അവൾ ആ രാജകുമാരി പറഞ്ഞതൊക്കെ വെറും നുണയായിരുന്നു. എന്താ നിനക്കൊക്കെ ഇത് ജോക്കാ, തമാശയാ, മനുഷ്യന്റെ ഇമോഷൻ വെച്ചിട്ടാ നീയൊക്കെ കളിക്കുന്നേ? അതും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് അവൻ കൊലപ്പെടുത്താണ്. അവസാനിക്കില്ല, ഇതൊരിക്കലും അവസാനിക്കില്ല. എന്റെ കയ്യിലുള്ള ഈ ഒരു ചെസ് ബോർഡ് അതുകൊണ്ട് തന്നെ ഇനി പല രാജകുമാരിയും തേടി ഇറങ്ങാൻ പോവാണ്. അങ്ങനെ കഥയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു പൂജയില്ലേ ആ ഒരു പൂജ അവസാനിക്കുകയാണ്. ഈ കൊലപാതകവും പൂജയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സീനില് നമ്മൾ കാണുന്നത് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള ആനന്ദ് ശ്രീറാമിനെയാണ്. അപ്പോൾ ഹീറോ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ടൊരു മീഡിയ കമ്പനിയിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ്. അപ്പോൾ ആനന്ദിന്റെ ലുക്കും ആ ഒരു കണ്ണടയെ കണ്ടപ്പോ റിസപ്ഷനിലെ പെൺകുട്ടി, നിങ്ങൾ എങ്ങോട്ടാ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാ? ആഹാ, എന്നിട്ടാണ് ഓണറെ പോലെ വന്നിട്ടുള്ളത്. അപ്പൊ ആ കണ്ണാടി ഊരിയിട്ട് ഉള്ളിൽ HR പോയി കണ്ടോ. അങ്ങനെ ഹീറോ നേരെ HR മീറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഹീറോ ആനന്ദിന്റെ ഫയൽ ചെക്ക് ചെയ്തപ്പോഴാണ് ലണ്ടനിലാണ് ജേർണലിസ്റ്റ് പഠിച്ചെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ തോന്നുന്നതായിരിക്കും, കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഉള്ളിൽ എഡിറ്റർ ശിവയുണ്ട്, അങ്ങേരോട് ഞാൻ കാര്യം പറഞ്ഞിട്ട് തരാം. അതേ സമയത്ത് നമ്മുടെ എഡിറ്റർ ശിവയില്ലേ അങ്ങേരോട് ഈ കഥയിലെ നായികയായിട്ടുള്ള ആവണി പറയുന്നുണ്ട്, നമ്മുടെ മിനിസ്റ്ററിലെ ഒരു സ്റ്റുഡന്റ് സ്കീമില് 67ഓളം കുട്ടികളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ കുട്ടികളിൽ നിന്നും 1,60,000 കൂടുതൽ പൈസയാണ് അങ്ങേര് ഉണ്ടാക്കിയത്. അപ്പോൾ ശിവയാണെങ്കിൽ താൻ പറയുന്നതിൽ ഉറപ്പല്ലേ, എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ടോ? സാറേ, വ്യക്തമായിട്ടുള്ള
എവിഡൻസ് ഓഡിയോ റെക്കോർഡ് അടക്കം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളുടെ പഠിത്തം മാത്രമല്ല അവരുടെ ഹോസ്റ്റലിൽ വരെയും ആ മിനിസ്റ്റർ കൈയിട്ട് വാരിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ എവിഡൻസും വെച്ചിട്ട് നോർമലി ഞാൻ ചെയ്യുന്ന പോലെ ഒരു എക്സ്ക്ലൂസീവ് TV ഷോ ചെയ്താലോ? എന്നാൽ അത് കേട്ടപ്പോൾ നമ്മുടെ ശിവയുടെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ പേടി പോലെ. അവന് പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട, നമ്മുടെ ബോസുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അങ്ങനെ നേരെ കമ്പനി ഓണറോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, സാറിന്റെ കൂട്ടുകാരൻ മിനിസ്റ്ററില്ലേ, അദ്ദേഹം വിളിക്കാറുണ്ടോ? പിന്നെന്താ, കുറച്ച് നേരത്തെ കൂടി വിളിച്ച് സംസാരിച്ചുള്ളൂ, എന്താ ചോദിക്കാന്? അല്ല സാറേ, നമ്മുടെ സീനിയർ ജേർണലിസ്റ്റ് ആവണിയില്ലേ, അവള് ആ ഒരു മിനിസ്റ്ററിന്റെ ഒരു വലിയ സ്കാം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓണറാണെങ്കിൽ അത് പണിയാവും തോന്നിട്ടല്ലോ, മിനിസ്റ്റേഴ്സ് ആകുമ്പോൾ ചെറിയ സ്കാമൊക്കെ ഇല്ലാതിരിക്കുമോ? അപ്പൊ ശിവയാണെങ്കിൽ സാറേ നമുക്ക് ആവണിയെ അങ്ങ് പിരിച്ചുവിട്ടാലോ? അത് ശരിയാവില്ല, കാരണം അവൾ ആ എവിഡൻസും ഫയലൊക്കെ ആയിട്ട് നേരെ മറ്റൊരു മീഡിയ ചാനലിനെ സമീപിക്കില്ലെന്ന് എന്താ ഉറപ്പ്? പിന്നെ ഇന്റർവ്യൂവിനായിട്ട് ഒരു പയ്യൻ വന്നിട്ടില്ലേ, ഒരു ആനന്ദ്, തൽക്കാലം അവനെ ആനന്ദിയുടെ അസിസ്റ്റന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. എന്നിട്ട് അവളുടെ ഓരോ നീക്കവും നോട്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്മളോട് ഇൻഫോം ചെയ്യാൻ പറ. അങ്ങനെ നമ്മുടെ ഹീറോയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ ആവനയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇവന്റെ പേരാണ് ആനന്ദ്, നിന്റെ പുതിയ അസിസ്റ്റന്റ് ആണ്. അങ്ങനെ ഹീറോയെ പരിചയപ്പെടുത്തുമ്പോൾ അവള് ചോദിക്കുന്നത്, അല്ല സാറേ, ഇതുവരെ എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നില്ലേ, നരേഷ്. അപ്പോ അവന്റെ കാര്യോ? അവന്റെ ജോലിയിൽ സാറ്റിസ്ഫൈ അല്ലാത്തതുകൊണ്ട് അവനെ ഓൾറെഡി പിരിച്ചു വിട്ടതാണ്. നരേഷിനെ കുറച്ച് നാളായിട്ട് എനിക്ക് അറിയുന്നില്ലേ, അവന്റെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല. അപ്പൊ ഹീറോ ആണെങ്കിൽ, അല്ല മേഡം, നിങ്ങൾക്കെന്താ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അതിന് ഇഷ്ടപ്പെടാന് ഞാനെന്താ നിന്നെ കല്യാണം കഴിക്കാൻ പോവാ? ഒന്നിച്ച് ജോലി ചെയ്യാനല്ലേ? എന്തായാലും ഒന്ന് നോക്കി നോക്കാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു IAS ഓഫീസറെ മിനിസ്റ്റർ എടുത്ത് പഞ്ഞു കിട്ടിയിട്ടുണ്ട്. നിന്റെ കയ്യിൽ കുറച്ച് എവിഡൻസ് കിട്ടിയപ്പോ നീ ഡയറക്റ്റ് CM എത്തിക്കാനുള്ള പരിപാടിയാ? നിങ്ങൾ ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് ജനങ്ങൾ ഹെൽപ്പ് ചെയ്യല്ലേ വേണ്ടേ? അവരെ ചീറ്റ് ചെയ്താലോ? നീയൊക്കെ എന്തറിഞ്ഞിട്ടാടാ? കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ടിന് വേണ്ടിയിട്ട് ഓരോ ആളുകൾക്ക് 2000 വെച്ചാൽ ഞാൻ കൊടുത്തത്. മൊത്തം 100 കോടിയാ എന്റെ പോക്കറ്റിൽ നിന്ന് പോയെ. അതിന്റെ പുറമെ ബിരിയാണി, വെഗ് അങ്ങനെ കുറയും. ആ ഒരു പൈസയൊക്കെ നീ എനിക്ക് കൊണ്ടുതരുവാടാ. IAS നിനക്ക് പറ്റുന്ന ജോലി നീ ചെയ്തു കൊടുത്താൽ മതി, അല്ലാതെ എന്നെ ചൊറിഞ്ഞ് പിന്നാലെ വരാൻ നിൽക്കണ്ട. ഇനിയും ഇത് തന്നെയാണ് നീ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അവസാനം കോൺക്രീറ്റിൽ മിസ്സായിട്ട് നീ ചുമരിലിരിക്കും. ഈ ഒരു മിനിസ്റ്റർ വേറെ ആരുമല്ല, കുറച്ചു മുൻപ് നമ്മുടെ ഹീറോയിൻ ആവണിയില്ലേ, ഒരു മിനിസ്റ്ററുടെ സ്കാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ മിനിസ്റ്റർ തന്നെയാണ്. അടുത്ത സീനില് നമ്മുടെ ആവണിയുടെ മുത്തശ്ശി, എന്താ മോൾ ഇത്ര നേരമായിട്ടും ഓഫീസിൽ പോകാതെ? മുത്തശ്ശിക്ക് അറിയുന്നില്ലേ കുറച്ചധികം നാളായിട്ട് ഞാൻ ആ മിനിസ്റ്ററുടെ സ്കാമിന്റെ പിന്നാലെയാണ്. ഓഫീസിൽ നിന്ന് ഒരു പോസിറ്റീവ് സൈൻ കാണുന്നില്ല, ഈ ജോലി ഒഴിവാക്കേണ്ടി വരുന്ന തോന്നുന്നേ. അപ്പൊ മുത്തശ്ശി 3 വർഷത്തില് ഒരു 30-40 പ്രാവശ്യം ഞാനിത് കേട്ടിട്ടുണ്ടാവും. അടുത്ത സീനില് CEO ഓണർ ആണെങ്കിൽ, അല്ല ആവണി അവളിവിടെ? എന്താന്നറിയില്ല സാറേ, വന്നിട്ടില്ലാന്നോ? താനൊന്ന് വിളിച്ചോക്കടോ. അങ്ങനെ ആവണി വിളിച്ചിട്ട് നിന്നോട് CEO ഒന്ന് കാണുന്നു പറയുന്നുണ്ട്. സാറേ, ഒരു അരമണിക്കൂറിൽ ഞാൻ വന്നേക്കാം. അങ്ങനെ അവള് ഫോണ് കട്ട് ചെയ്യാണ്. അങ്ങനെ നേരെ CEO കാണാൻ വരുമ്പോ, അല്ല ആവണി, നീ മിനിസ്റ്ററുടെ എന്തോ ഒരു സ്കാം കണ്ടെത്തിന്ന് പറഞ്ഞിട്ടല്ലോ? അതെ സാറേ, ഓൾറെഡി നമ്മുടെ എഡിറ്റർ ശിവേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാറിനോടൊന്ന് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ആവണി കണ്ടെത്തിയ ഫയലിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവണി നീ തിടുക്കം കൂട്ടണ്ട, കാരണം ഇത് ഗവൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസല്ലേ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ചെയർമാനോട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അങ്ങനെ ഒരു പോസിറ്റീവ് സൈൻ കിട്ടുകയാണെങ്കിൽ ഒരു പ്രത്യേക പ്രോഗ്രാമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അവണി, അല്ല സാറേ, ഞാൻ ശിവനോട് ചോദിച്ചപ്പോൾ സാറോടൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ സാറോട് ചോദിക്കുമ്പോൾ സാറ് ചെയർമാനോട് സംസാരിക്കണമെന്ന് പറയാണ്. അതായത് എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവണി, നിനക്ക് അറിയുന്നതല്ലേ, നമ്മുടെ കമ്പനിയുടെ മേജർ പ്രോഫിറ്റ് വരുന്നത് ഗവൺമെന്റിന്റെ പരസ്യത്തിൽ നിന്നാണ്. അപ്പോൾ ഗവൺമെന്റിനെതിരെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഇറങ്ങുമ്പോൾ ശരിക്കും 2 ഭാഗവും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കമ്പനി തന്നെ അടച്ചുപൂട്ടേണ്ടി വരില്ലേ. എന്തായാലും അവനെ നീ അന്വേഷിക്കുന്ന കേസിനെക്കാളും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കേസുണ്ട്, നീയും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഏതോ ഒരു സീരിയൽ കില്ലർ നമ്മുടെ സിറ്റിയിലെ പല പെൺകുട്ടികളായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന് പോലും ആ ഒരു കൊലയാളിയെ കുറിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവൻ ടാർഗറ്റ് ചെയ്യുന്നത് കല്യാണം ഉറപ്പിച്ചിട്ടുള്ള ചില പെൺകുട്ടികളെ മാത്രമാണ്. അപ്പോൾ ആ ഒരു കില്ലർ ആരാണ്, അവന്റെ രഹസ്യങ്ങൾ എന്താണ്, ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം നീ കവർ ചെയ്യേ. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ നമ്മുടെ ചെയർമാനോട് സംസാരിച്ചിട്ട് നമുക്ക് മിനിസ്റ്ററുടെ കേസുമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ആവണി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അവണി ഒരു കാര്യം ചെയ്യും, മിനിസ്റ്ററുടെ ഇതുവരെ നീ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഉള്ള ഫയലില്ലേ, അത് ഒന്ന് ചെക്ക് ചെയ്യാൻ എന്റെ കയ്യിൽ തന്നേക്ക്. പ്രോഗ്രാം തുടങ്ങുമ്പോൾ നിനക്ക് മതിയല്ലോ. അതായത് അവൾ എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് ഒന്ന് ചുളിവില് മനസ്സിലാക്കാന്ന് നമ്മുടെ CEO കരുതിയതാണ്. എന്നാൽ ആവണിയാണെങ്കിൽ, സാറേ ഒറിജിനൽ ഞാൻ എന്റെ കയ്യിൽ വെച്ചേക്കാം, ഇതിന്റെ ഒരു കോപ്പി ഞാൻ സാറിന് തരാം. അങ്ങനെ നൈസായിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സങ്കടത്തിൽ ഹീറോയിൻ വരുന്ന കണ്ടപ്പോ നമ്മുടെ ആനന്ദാണെങ്കിൽ, അല്ല മേഡം, എന്താ മുഖത്തൊരു വാട്ടം പോലെ? ഈ ഒരു ജേർണലിസ്റ്റ് ആണ് എന്റെ ലൈഫ് എന്ന് കരുതിയിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. എന്നാലിപ്പോ ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ മാറ്റേണ്ട അവസ്ഥയാ. കുറച്ചധികം നാളായിട്ട് മിനിസ്റ്ററുടെ ഒരു സ്കാമിന്റെ പിന്നാലെ കഷ്ടപ്പെട്ട് പിന്നാലെ പോയതാ. കുറച്ച് കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാന്ന് കരുതിയതാ. എന്നാൽ നമ്മുടെ CEO ആണെങ്കിൽ ഇപ്പോൾ എന്റെ തലയിൽ ആ ഒരു സീരിയൽ കില്ലറുടെ ഒരു ക്രൈം ന്യൂസ് ഇല്ലേ, അത് വെച്ചെന്നിരിക്കുക. അപ്പൊ ആനന്ദ്, അല്ല അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് തന്നെയല്ലേ, ഞാനും കുറച്ച് ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആനന്ദ് പറയുന്നത്, കോളേജ് സമയം മുതലേ ഞാൻ നിന്നോട് എന്റെ ഇഷ്ടം പറഞ്ഞതല്ലേ, ഇതുവരെയായിട്ടും ഒരു പോസിറ്റീവ് സൈൻ എന്താ നീ പറയാത്തെ? അപ്പോൾ ഓൾറെഡി നമ്മുടെ ആനന്ദിനെ അവനെ അറിയുകയും ചെയ്യാം, പ്രണയം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവളെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവളെ ഒന്ന് വളയ്ക്കാനും കൂടിയാണ് പുറത്തു പോയിട്ട്
ജേർണലിസം പഠിച്ചിട്ട് അവള് ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഒരു പോസ്റ്റ് വാങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ എഡിറ്റർ ഷെവയിലെ അവനെ വിളിച്ചിട്ട് പറയുന്നത്, നിനക്കൊരു ക്രൈം കേസ് ഏൽപ്പിച്ചിട്ടില്ലേ, അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും അതുപോലൊരു കൊലപാതകം നടന്നിട്ടുണ്ട്, അപ്പോൾ വേഗം നീ പോയി അന്വേഷിക്കേ. അപ്പോഴാണ് ആ ഒരു ക്രൈം സീനിലേക്ക് നമ്മുടെ ACPയും അങ്ങയുടെ അസിസ്റ്റന്റും അതുപോലെ ഇൻസ്പെക്ടർ ലേഡിയും വരുന്നുണ്ട്. അപ്പോഴാണ് ACPയോട് ഇൻസ്പെക്ടർ ലേഡി പറയുന്നത്, സാറേ ഈ ഒരു ഏരിയയിൽ 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള 16 പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 9 കേസ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ സംശയിക്കുന്ന പോലെ അതേ സീരിയൽ കില്ലർ തന്നെയാണ് ആ ഒരു 9 കൊലപാതകം ചെയ്തിരുന്നത്. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു കൊലപാതകവും ഏകദേശം സെയിം പാറ്റേണിൽ തന്നെയാണ്. അപ്പോൾ ACP ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം എവിഡൻസ് ഉടനെ തന്നെ ഫോറൻസിക് ടീമിനെ വിളിച്ചിട്ട് കളക്ട് ചെയ്തെടുക്കുക. അതുപോലെ ഇപ്പോൾ മരണപ്പെട്ടുള്ളത് ആരാണ്, ആ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം 2 ദിവസത്തിനുള്ളിൽ എല്ലാ ഡീറ്റെയിൽസും എന്റെ ടേബിളിൽ എത്തണം. അപ്പോൾ നിലവിൽ പെൺകുട്ടികളെ മിസ്സായിട്ടുള്ള ചില പാരന്റ്സ് ആ ഒരു ക്രൈം സീനിലെത്തിയിട്ട് ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ രാധിക, ഇവരുടെ പേര് ജീവിത എന്നാണ് ഈ കഥയിൽ, ജീവിത ACPയോട്, സാറേ എന്റെ മോള് ബിന്ദുവിനെ കാണാതായിട്ട് 4-5 മാസം കഴിഞ്ഞു സാറേ, ഇതുവരെ അവളെക്കുറിച്ച് ഒരു വിവരമില്ല, എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് കണ്ടുപിടിച്ച് എന്റെ അരികിൽ എത്തിക്കില്ലേ. അപ്പൊ ACP, നിങ്ങൾ ഭയപ്പെടാതെ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ, മകൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഉടനെ തന്നെ അവളെ നിങ്ങളുടെ അരികിൽ എത്തിക്കാം. അങ്ങനെ മീഡിയയിലെ രാത്രി 7:30 മണിയായപ്പോൾ ഒരു പെൺകുട്ടിയെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തിയിട്ട് വലിച്ചെറിഞ്ഞു പോയ ആ ഒരു കൊലയാളി ആരാണെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഉടനെ അവനെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ പല ജീവിതവും നഷ്ടപ്പെടുന്നത് നമ്മൾ കാണേണ്ടി വരും. അടുത്ത സീനില് അവസാനമായിട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് അവളുടെ പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് ആ ഒരു ആപത്ത് സംഭവിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ, അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന പല ആളുകളെയും നമ്മുടെ പോലീസ് ടീം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ സംശയം തോന്നിയ ഒരു പയ്യനെ അവരെ ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ അവനെ പോലീസ് ടീമിന് പിടിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ ഇൻസ്പെക്ടറിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, വേഗത്തിൽ അവനെ പിടിക്കാൻ നോക്ക്. അങ്ങനെ ACP വിളിച്ചിട്ട് കാര്യം പറയാണ്, സാറേ ജിതേന്ദ്ര എന്ന ഒരുത്തനെ പിടിക്കാൻ നോക്കിയപ്പോൾ അവർ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി പിടിച്ചിട്ടുള്ള ആളുകളെ നമുക്ക് ചോദ്യം ചെയ്യാം, അതിനുള്ളിൽ പോലീസ് ടീമിനെ പിടിച്ചോളൂ. അങ്ങനെ ACP ഓൾറെഡി പിടിച്ചു വെച്ചിട്ടുള്ള സസ്പെക്ട് ഇല്ലേ, അതിൽ ഒരുത്തനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറടാ, മനീഷയെ നീയല്ലേ കൊലപ്പെടുത്തിയേ, എന്തിനാടത് ചെയ്തേ? അപ്പോൾ അവനാണെങ്കിൽ, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഡാ കോപ്പെ, അവസാനം അവളുടെ ഫോണിലേക്ക് നീയാ വിളിച്ചിട്ടുള്ളേ, അതിനുശേഷമാണ് അവൾക്ക് ആപത്ത് സംഭവിച്ചത്. എന്നാൽ അവനാണെങ്കിൽ, സാറേ അവളെൻ്റെ കൂടെ പഠിക്കുന്നതാ, ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഒരു പ്രൊജക്ടിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പോഴാണ് മറ്റൊരു പയ്യനെ കാണിച്ചിട്ട്, സാറേ ഈ ഒരു പയ്യന് ഒരു സലൂൺ കടയാണ്, അവിടെ വരുന്ന കുറെ പെൺകുട്ടികളുടെ വീഡിയോസ് ഇവൻ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് അവൻ പറയുന്നത്, സാറേ വീഡിയോ അപ്ലോഡ് ചെയ്ത കാര്യം സത്യം തന്നെയാണ്, അതെന്റെ സലൂൺ കടയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരുടെ സമ്മതം ചോദിച്ചിട്ടാണ് അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്, അല്ലാതെ അവരെ ഉപദ്രവിക്കേണ്ട ഒരാവശ്യം എനിക്കില്ലല്ലോ. അപ്പോഴാണ് രവി എന്ന ഒരുത്തനെ പോലീസ് ടീം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ, സാറേ കഴിഞ്ഞ ദിവസം ജീവിത എന്ന ഒരമ്മ ബിന്ദു എന്ന മകളെ കാണുന്നില്ലെന്ന് കംപ്ലൈന്റ് ചെയ്തില്ലേ, അപ്പോൾ അവളുമായിട്ട് ഈ രവിക്ക് കല്യാണം ഉറപ്പിച്ചു തരുന്നു. അപ്പോൾ ACP, ആഹാ നിനക്ക് കല്യാണം കഴിച്ച് തരാന്ന് പറഞ്ഞതല്ലേ, പിന്നെ നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നം വന്നിട്ടാ ആ ബിന്ദുവിനെ നീ കൊലപ്പെടുത്തിയേ? എന്നാൽ അവനാണെങ്കിൽ, സാറേ ഇത് എന്തൊക്കെയാ പറയുന്നേ, അവളെ എനിക്ക് കല്യാണം കഴിച്ച് തരാന് നമ്മുടെ രണ്ടുപേരുടെയും കുടുംബം സമ്മതിച്ചതാ, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയില്ല ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു പ്രതീക്ഷ കെടുത്തല്ലേ. അപ്പോഴാണ് പോലീസുകാരെ കണ്ടിട്ട് പേടിച്ചോടെ ഒരുത്തനില്ലേ അവനെ പിടിച്ചു വലിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ACP ആണെങ്കിൽ, ഇവനും മരണപ്പെട്ട പെൺകുട്ടിയായിട്ട് എന്താ കണക്ഷൻ? അത് സാറേ ഇവനാണെങ്കിൽ ആ മനീഷയെ ഒരിക്കൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായിട്ട് ആ പെൺകുട്ടി തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനോട്, ആഹാ നീയാണല്ലേ അവളെ കൊലപ്പെടുത്തിയേ? ഇല്ല സാറേ ഞാനൊന്നും ചെയ്തതല്ല, ഒരിക്കൽ വല്ലാതെ മദ്യപിച്ചപ്പോൾ അറിയാതെ ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന കാര്യം സത്യ, അതിനെ അവൾ കംപ്ലൈന്റ് തന്നെ, അല്ലാതെ ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ACP ആണെങ്കിൽ, നിന്റെ കഥയൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി, മര്യാദക്ക് അവനെ ചോദ്യം ചെയ്യും. അങ്ങനെ പോലീസ് ടീം അവനെ ലോക്കപ്പിൽ കയറ്റിയിട്ട് പഞ്ഞിക്കിടുകയാണ്. എന്നാൽ അവൻ എത്ര അടികൊണ്ടിട്ടും, മേഡം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവസാനം വേദന സഹിക്കാൻ പറ്റാതായപ്പോൾ അവൻ തന്നെയാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ACP ഇല്ലേ പബ്ലിക്കിനോടും മീഡിയാസിനോടും അവര് കണ്ടെത്തിയ കാര്യങ്ങൾ പറയാണ്. മാർച്ച് 29-ാം തീയതിയാണ് ആ പെൺകുട്ടിയുടെ ബോഡി നമുക്ക് കിട്ടുന്നത്. അവള് മരണപ്പെടുന്നതിന് മുൻപ് തന്നെ ജിതേന്ദ്ര എന്ന ഇപ്പോ നമ്മൾ അറസ്റ്റ് ചെയ്ത കുറ്റവാളി അവളെ പിന്തുടരുന്നുണ്ടെന്നും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു. പോലീസ് ടീം അവനെ ചോദ്യം ചെയ്യാൻ പോയപ്പോ പോലീസിനെ വെട്ടിച്ച് അവൻ ഓടിപ്പോയതാണ്. അവസാനം പിടിച്ച് പഞ്ഞു കിട്ടപ്പോ ഓൾറെഡി മനീഷയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ എവിഡൻസ് വെച്ചിട്ട് ജിതേന്ദ്രയുടെ സാമ്പിൾസ് ചെക്ക് ചെയ്തപ്പോ അവന്റെ ഫിംഗർ പ്രിന്റും അതുപോലെ DNA അടക്കം എല്ലാം മാച്ച് ആയിട്ടുണ്ട്. എന്നാൽ ആ വണ്ടിക്ക് സംശയം തോന്നിയിട്ട് ACPയോട് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. എല്ലാ പ്രൊസീജിയറും റെഡിയായ ശേഷം ചാർജ് ഷീറ്റായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. എന്നാൽ അപ്പോഴാണ് ബിന്ദുവിനെ കാണാതായ അവളുടെ അമ്മ ജീവിതയില്ലേ ആ പയ്യൻ ജിതേന്ദ്രയെ അവനടുത്ത് പഞ്ഞു കിടുന്നത്. അപ്പൊ പോലീസ് ടീം ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്?
പിന്നെ എന്റെ മകളെ കാണാതായിട്ട് എത്ര മാസമായി? നിങ്ങൾക്ക് കംപ്ലൈന്റ് തന്നിട്ട് ഇതുവരെ ഒരു വിവരവുമില്ല. അവസാനം കുറ്റവാളി നിങ്ങൾ അറസ്റ്റ് ചെയ്തപ്പോ അവനെ തല്ലാൻ പാടില്ലെന്നോ? എന്നാൽ അവനെ ഞാൻ പൂജിക്കാം. സാറ് നിങ്ങൾ ചോദിച്ചിട്ട് പറ, എന്റെ മോളെ അവൻ എന്താ ചെയ്തെന്ന്. അവള് ജീവനോടെ ഉണ്ടോ എന്നെങ്കിലും ചോദിക്കേ. എന്നാൽ ദേഷ്യത്തിൽ ACP നിങ്ങൾ പറയുന്നത് ചെയ്യാൻ വിട്ടിട്ടല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഇവിടെ കിടന്ന് വെറുതെ ഒച്ചയുണ്ടാക്കാൻ നിൽക്കരുത്. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കാന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ. എന്നാൽ ജീവിതമാണെങ്കിലേ നിങ്ങൾക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് തീരെയില്ലല്ലേ. അങ്ങനെ മീഡിയ പറയുന്നത് രാജി മനീഷയെ കൊലപ്പെടുത്തിയത് അവളുടെ മാമൻ തന്നെ ആയിട്ടുള്ള ജിതേന്ദ്രയാണെന്ന് എല്ലാ എവിഡൻസോടും കൂടി ACP തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു വാർത്തയൊക്കെ നമ്മുടെ ആവണിയും അതുപോലെ ഹീറോ ആനന്ദ് കാണുന്നുണ്ട്. വെറുതെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരുത്തനെ പോലീസ് കൾപ്രിറ്റ് ആക്കിയതാണ്. അപ്പൊ ആവണിയാണെങ്കിൽ എല്ലാ എവിഡൻസും പോലീസിന്റെ കയ്യിൽ ഉണ്ടെന്നല്ലേ പറയുന്നത്. എന്നാൽ ഹീറോ ഓൾറെഡി നമ്മളും ഇതേ കേസിന്റെ പിന്നാലെയല്ലേ. ഞാനും ക്ലൂസ് ടീമിന്റെ പിന്നാലെ പോയിരുന്നു. അവിടെ നിന്ന് കിട്ടിയ എവിഡൻസിൽ ജിതേന്ദ്രയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല. ഫിംഗർ പ്രിന്റോ DNA ഒന്നും മാച്ച് ആയിട്ടില്ല. എന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല. നോർമലി ഒരു മർഡർ നടന്നാലേ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട പ്രൊസീജിയർ ഇല്ലേ, അതുപോലും ഫോളോ ചെയ്തിട്ടില്ല. ഹയർ ഓഫീസറിന്റെ പ്രഷർ കൊണ്ട് ആ ഒരു ACP കേസ് ക്ലോസ് ചെയ്യാൻ നോക്കുന്നതാണ്. ഓൾറെഡി മനീഷ അവന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് പോലീസിന് കുറച്ചുകൂടി എളുപ്പമായി. അങ്ങനെ നമ്മുടെ ആനന്ദും ആവണിയും കൂടി ഓൾറെഡി നിലവിൽ കാണാതായിട്ടുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ അവരുടെ ഫാമിലിയിൽ പോയിട്ട് പരിചയമുള്ള പലരെയും അവരെ ചോദ്യം ചെയ്യാണ്, മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യാണ്. അങ്ങനെ ആ ഒരു ലിസ്റ്റിലല്ലേ നമ്മുടെ ജീവിതയുടെ മകള് ബിന്ദു ഉള്ളത്. ബിന്ദുവിന് ഇതുവരെ എന്താണ് സംഭവിച്ചത് മനസ്സിലായിട്ടില്ല. അവള് മിസ്സിംഗിൽ തന്നെയാണ്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതായത് ജീവിതയുടെ അനിയൻ രവിയിലെ ചില മന്ത്രവാദികളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ജീവിതയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവാന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ജീവിതയോട് നിങ്ങളുടെ മകളെ എപ്പോഴാ കാണാതാന്ന് അവളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് 2 ദിവസത്തിന് മുൻപായിരുന്നു. അവളുടെ കൂട്ടുകാരികളൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എന്നാൽ ഇരുട്ടാവാനായിട്ടും കാണാതായപ്പോ അവള് വിളിച്ചു നോക്കി, പക്ഷേ ഫോണ് കണക്ട് ആയില്ല. അങ്ങനെ അന്ന് മുഴുവൻ തേടിയിട്ട് കാണാതായപ്പോ അടുത്ത ദിവസം തന്നെ പോലീസിൽ നേരിട്ട് കംപ്ലൈന്റ് കൊടുത്തതാ. എന്നാൽ ഇതുവരെ ഒരു വിവരവുമില്ല. അപ്പോഴാണ് ആ ഒരു മന്ത്രവാദി പറയുന്നത്, നിങ്ങളുടെ മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. എന്നാൽ ജീവിതയ്ക്കാണെങ്കിൽ തന്റെ മകളുടെ വേർപാട് സഹിക്കാനേ പറ്റുന്നില്ല. അവളുടെ അച്ഛൻ മരണപ്പെട്ട ശേഷം ഞാനേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവസാനം കഷ്ടപ്പെട്ട് എൻട്രൻസ് വാങ്ങിയിട്ട് ജീവിതത്തിൽ വിജയിക്കുന്ന പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് അവളെ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുന്നത്. അപ്പൊ ആനന്ദാണെങ്കിൽ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ആ സ്വാമി പറഞ്ഞ പോലെ മകൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അപ്പോഴാണ് ആനന്ദിനും ആവണിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. നിലവിലെ അവരന്വേഷിച്ചിറങ്ങിയ ഓരോ പെൺകുട്ടികളും അവരുടെ മാരേജ് നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസമൊക്കെയാണ് കാണാതാവുന്നത്. എന്നാൽ അതിന്റെ പിന്നിലെ റീസൺ മാത്രം അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയിലെ നമ്മുടെ ഹീറോയിൻ ആവണി ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് ആരോ പുറത്ത് വരുന്ന പോലെ അവള് ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാളെ കാണുന്നുണ്ട്. അപ്പോൾ അവള് പതിയെ മാറി നിന്ന് നോക്കുമ്പോൾ ഏതോ ഒരുത്തനില്ലേ അവളുടെ വാതിൽ തുറക്കാൻ നോക്കാണ്. ആ ശബ്ദം കേട്ട് നെയ്ബേഴ്സ് ഈ രാത്രി സമയത്ത് ആരാടാത് അത് കേട്ടപ്പോ അവനോട് നോടി പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആനന്ദിനോട് കഴിഞ്ഞ രാത്രി വലത് കൈയിലെ ഒരു പാമ്പിന്റെ ടാറ്റു ഇട്ട ഏതോ ഒരുത്തൻ എന്റെ വീട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവന്റെ മുഖം എനിക്ക് കാണാൻ പറ്റിയില്ല. എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാതിരുന്നേ? എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിരുന്നു. എന്നാൽ അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ടാറ്റു ഇട്ട ആ ഒരു കൊലയാളിയിലെ ആ കമ്പനിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു കാഴ്ച നമ്മുടെ ആനന്ദോ അവിടെ കണ്ടിട്ടില്ല. എന്നാൽ ആ ഒരു കൊലയാളി എന്തിനായിരിക്കും ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു സൈക്കാട്രിക് ഡോക്ടറെ അവർ മീറ്റ് ചെയ്യാണ്. അപ്പോഴാണ് അങ്ങേര് പറയുന്നത്, നിലവിലെ ഇതുപോലെ തുടർച്ചയായിട്ട് പ്ലാൻ ചെയ്ത് കൊലപാതകം ചെയ്യാൻ ഒരുത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിട്ട് മാറാൻ ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഒന്നുകിൽ എന്തെങ്കിലും മെന്റൽ ഡിസോർഡർ, അല്ലെങ്കിൽ എക്സ്ട്രീം ആങ്സൈറ്റി, അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻ. അപ്പോൾ ആ ഒരു ഇമോഷൻസ് ഒന്നും അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ ഒരു ദേഷ്യവും വിദ്വേഷവും ചിലപ്പോൾ അവൻ കാണിക്കാൻ ഒരുങ്ങുന്നത് മറ്റാരുടെയെങ്കിലും ജീവൻ എടുത്തുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് പതിയെ പതിയെ അവർ സൈക്കോപാത്തായിട്ട് മാറുന്നത്. എന്നാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സൈക്കോപാത്തുകളെ നമുക്ക് പെട്ടെന്ന് ഡിസ്കവർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം. പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ മതി അവനെ ട്രിഗർ ചെയ്യാനും എഫക്ട് ചെയ്യാനും അവന്റെ ഉള്ളിലുള്ള ആ ഒരു ക്രൂര മൃഗം പുറത്തു വരാനും. അപ്പൊ ആനന്ദാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞങ്ങൾ മീറ്റ് ചെയ്യാം. അങ്ങനെ അവരവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മുടെ ആനന്ദിലെ നിലവിൽ അവരെ കണ്ടെത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടുണ്ട് ഈ കൊലപാതകത്തിനൊക്കെ പിന്നിലെ ഒരു സൈക്കോപാത്ത് തന്നെയാണ്. കാരണം അവൻ കൊലപ്പെടുത്തിയിട്ടുള്ള ഓരോ പെൺകുട്ടികളുടെ ബോഡിയും അവൻ പബ്ലിക്കായിട്ട് ജനങ്ങളെ കാണുന്ന രീതിയിലാണ് ഡിസ്പോസ് ചെയ്തിട്ടുള്ളത്. അതായത് അവൻ വെല്ലുവിളിക്കുന്ന പോലെ എന്തോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോട്ടീവ് അവനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരാണ് അതെന്താണെന്ന് എങ്ങനെ കണ്ടെത്തുക? അപ്പോഴാണ് ആവണി പറയുന്നത്, നിലവിലെ പോലീസ് കുറ്റവാളിയായിട്ട് ജിഗേന്ദ്രയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയാലോ? അങ്ങനെ അവന്റെ ഫാമിലിയിൽ അന്വേഷിക്കുമ്പോൾ ജിഗേന്ദ്രയ്ക്ക് ഡ്രൈവിംഗ് പോലും അറിയില്ല. അതുമാത്രമല്ല ഒരിക്കൽ ആ വഴി വന്ന ഒരു പോലീസുകാരനോടാണ് നമ്മുടെ മനീഷ ജിഗേന്ദ്രൻ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കംപ്ലൈന്റ് ചെയ്തിട്ടായിരുന്നത്. അപ്പോൾ ആനന്ദിനൊരു കാർ ഉറപ്പായിട്ടുണ്ട്. എന്തായാലും കൊലയാളി ജിഗേന്ദ്രനല്ല.
കാണാനല്ല. കാരണം തുടർച്ചയായിട്ട് ഇതുപോലെ കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞ് ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡ്രൈവിംഗ് എങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പല്ലേ, പോലീസ് ടീം കേസ് ക്ലോസ് ചെയ്യാന് അവനെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ കിട്ടിയാലേ ഒന്ന് പിടിച്ചു കയറാൻ പറ്റും. അങ്ങനെ അവരവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് പെട്ടെന്നില്ലേ ആവണി എന്തോന്ന് കണ്ടിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത്. അതായത് ആവണി കൊലപ്പെടുത്താൻ ശ്രമിച്ചില്ലേ, കയ്യിൽ ടാറ്റുള്ളൊരുത്തൻ അവനെ ആവണി കണ്ടിട്ടുണ്ട്, എന്നെ കൊല്ലാൻ വന്നത് അവൻ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. അപ്പോ ഇനി അവർക്ക് ആകെയുള്ളൊരു തുറപ്പിച്ചിട്ട് ആ ഒരു ടാറ്റു ആണ്, അവനെ പിടിച്ചാൽ മാത്രമേ എന്തെങ്കിലും ക്ലൂ കിട്ടുള്ളൂ. അങ്ങനെ ആനന്ദ് അവന്റെ പിന്നാലെ പായുന്നുണ്ട്. എന്നാൽ പിടികൊടുക്കാതിരിക്കാന് അവൻ മാക്സിമം ശ്രമിച്ചാലും അവനെ വെറുതെ വിടുവോ, എടുത്ത് പഞ്ഞുകിടുകയാണ്. എന്നാൽ അപ്പോഴാണ് അവരുടെ ഒരു കൂട്ടാളിയില്ലേ നമ്മുടെ ആനന്ദിന്റെ മുമ്പിൽ ചാടുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഹീറോ ആക്രമിക്കാൻ നോക്കുമ്പോൾ അവരെ രണ്ടെണ്ണത്തിനും അടിച്ചു പിഴിഞ്ഞ് ലോക്ക് ചെയ്യാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ ഇല്ലേ നേരെ പോകുന്നത് ആ ഒരു മിനിസ്റ്ററെ കാണാനാണ്. അപ്പൊ മിനിസ്റ്റർ നീ ഏതാടാ, അതൊക്കെ പറയാ സാറേ, നിങ്ങൾ നടത്തിയിട്ടുള്ളൊരു സ്കാം അവനെ എന്ന ഒരു ജേർണലിസ്റ്റ് കണ്ടെത്തിയില്ലേ, അപ്പോ അവളെ കൊല്ലാനായിട്ട് താൻ ഒരുത്തനെ അവളുടെ വീട്ടിലേക്ക് വിട്ടില്ലേ, അപ്പോ അവനെ പാക്ക് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ കരുതിയ പോലെ ആ ഒരു സൈക്കോയുമായിട്ട് ആ ഒരു ടാറ്റുവിന് ഒരു ബന്ധവുമില്ല. മിനിസ്റ്ററിന്റെ രഹസ്യങ്ങൾ പുറത്തിരുന്ന് പറഞ്ഞിട്ട് അവനെ ആവണി കൊല്ലാന് ഇങ്ങേര് തന്നെയാണ് അയച്ചത്. അപ്പൊ മിനിസ്റ്റർ നീ വെറുതെ വളവള പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് നീ എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ ഹീറോ ഇല്ലേ തന്റെ ഫോണിലൊരു വീഡിയോ കാണിച്ചു കൊടുക്കാണ്. അതില് മിനിസ്റ്റർ ഇല്ലേ തന്റെ കൂട്ടാളിയുമായിട്ട് 1000 കോടിയുടെ ഡീലിംഗ് ആണ് സംസാരിക്കുന്നത്. ഇപ്പോ നമ്മുടെ മന്ത്രിസഭയിലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില് മൊത്തത്തിൽ 60 ആളുകൾ ഞാൻ കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പോ മിനിസ്റ്ററെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, 3 വർഷം അവനുടെ പിന്നാലെ എന്റെ പ്രണയം പറഞ്ഞ് ഞാൻ അലഞ്ഞതാ, അവളെ സമ്മതിച്ചില്ല. അവസാനം വിദേശത്ത് പോയിട്ട് അവള് ജോലി ചെയ്യുന്ന അതേ കമ്പനിയില് അവളുടെ കീഴിൽ ജോലിയും വാങ്ങിയിട്ട് അവളെ വളയ്ക്കാന്ന് പ്ലാൻ ചെയ്യുമ്പോ അതിന്റെ ഇടയിൽ താൻ കയറി ഉണ്ടാക്കാൻ നിന്നാലേ ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കുകയാണ്. അവൾക്കൊരു പോറല് പോലും പറ്റിയാലേ. പിന്നെ ഞാൻ കാണിച്ച വീഡിയോ ഇല്ലേ അതിന്റെ ഒറിജിനൽ വേറെയുണ്ട്. അതുപോലെ തന്റെ സ്കാം എല്ലാം കൂടി മീഡിയയില് ബ്രേക്കിംഗ് ന്യൂസ് വരും, വയലുണ്ടയുമായിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പൊ തരത്ത് കളിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇല്ലേ മന്ത്രം വിറപ്പിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അടുത്ത സീനില് നമ്മുടെ ACPക്ക് ഫാത്തിമ എന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണക്കുറി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ കല്യാണ തലേന്ന് അവളുടെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അവള് എന്തോ ഒരു ഡ്രസ്സ് വാങ്ങാനായിട്ട് ഫറത്തേക്ക് ധരിച്ച് പുറത്തിറങ്ങിയതാണ്. എന്നാൽ അപ്പോഴാണ് ആ ഒരു കൊലയാളിയില്ലേ ആ പെൺകുട്ടിയും തട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ ഫാത്തിമയെ കാണാതായ ആ ഒരു മിസ്സിംഗ് കേസും മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ACP അതിന്റെ പിന്നാലെ ഇറങ്ങാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ആവണിയിലെ നിലവിൽ നടന്നിട്ടുള്ള മർഡേഴ്സിന്റെ പിന്നിലെ ഇൻവെസ്റ്റിഗേഷൻ വ്യക്തമായിട്ടുള്ള രീതിയിലല്ലേ നടന്നതെന്ന് കുറച്ചധികം ആക്ടിവിസ്റ്റുകളെ കൂട്ടിയിട്ട് ഓൾറെഡി ഇതേ മർഡർ കേസ് തന്നെയല്ലേ അവള് ക്രൈം ഫയൽ പോലെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രോഗ്രാമില് മീഡിയയുടെ ചോദ്യം ചെയ്യുമ്പോൾ ACPയുടെ അന്വേഷണത്തില് കുറേയധികം ലൂപ്പ് ഫോളുകളില്ലേ. കാരണം ജിതേന്ദ്ര അറസ്റ്റ് ചെയ്ത ശേഷവും ഇപ്പോ ഫാത്തിമ എന്ന ഒരു പെൺകുട്ടി കൂടെ കാണാതായിട്ടുണ്ട്. അപ്പോ ജിതേന്ദ്രയുടെ തലയിൽ പോലും ആ ഒരു കേസ് കെട്ടിവെച്ചതാണോ എന്ന് സംശയിക്കാതിരിക്കാൻ തരവില്ല. എന്നാൽ കട്ട കലിപ്പില് ACP നേരെ നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ഓഫീസിലേക്ക് വരികയാണ്. ആരാണ് ഇവിടെ ലൈവ് നടത്തുന്നത്, അവളോട് സ്റ്റോപ്പ് ചെയ്തിട്ട് വരാൻ പറ. എന്നാലും സാറേ ഓൾറെഡി ലൈവെല്ലാം അവസാനിച്ചു പോയി. അപ്പോഴാണ് അവൻ എങ്ങോട്ട് വരുന്നത്, നീ ഏതാടി, നീ എന്തൊക്കെയാ പറഞ്ഞ് ഞാൻ ഡ്യൂട്ടി ചെയ്യാണോ അതോ കിടന്ന് ഉറങ്ങണമെന്നോ, നിന്നെ പോലത്തെ പെൺകുട്ടികളൊക്കെ 24 മണിക്കൂറും ധൈര്യമായിട്ട് പുറത്തു വരുന്നത് ഞങ്ങളുടെ തേയിലടി. സാറേ ഒരു ദയമല്ല, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ വാങ്ങുന്ന സാലറി ഇല്ലേ ഞങ്ങൾ ഓരോരുത്തരുടെയും ടാക്സിൽ നിന്നാണ് തരുന്നത്. പിന്നെ ഡ്യൂട്ടിയെ കുറിച്ച് പറഞ്ഞത് സാറ് ജിതേന്ദ്രൻ എന്ന ഒരുത്തനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ ആ ഒരു സീരിയൽ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തില്, അതൊക്കെ ഞാനിതിന് നിന്നെ ബോധിപ്പിക്കുന്നേ. നീ ഒരു ജേർണലിസ്റ്റ് മാത്രല്ലേ, നീ വാർത്ത വായിച്ചാൽ മതി. അതെങ്ങനെയാ സാറേ, നിങ്ങളുടെ കയ്യില് ഗണ്ണുള്ള പോലെ ഞങ്ങളുടെ കയ്യിൽ പെണ്ണുണ്ട്. സത്യം ആരുടെ മുമ്പിലും തുറന്നു പറയാൻ ഒരു ഭയവുമില്ല. ഫാത്തിമയ്ക്കെങ്കിലും നീതി ലഭിച്ചേ മതിയാവും. എന്നാല് വല്ലാതെ ദേഷ്യം വന്ന ACP ഇല്ലേ ഗണ്ണെടുത്തിട്ട് അവളുടെ നെറ്റിയിൽ വെക്കുമ്പോൾ അധികാരത്തിന്റെ അഹങ്കാരം സാറ് നടക്കുന്നതെന്നല്ലേ. ഇതുവരെ നിങ്ങളുടെ അന്വേഷണത്തില് കുറെ തെറ്റ് സംഭവിച്ചിട്ടില്ലേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോഴാണ് CEO പറയുന്നത് സാർ ഇവിടെ നിറച്ച് CCTV ഉള്ളതാ. എന്നാൽ ACP നിന്നെ ഞാൻ വെറുതെ വിടലടി. അതും പറഞ്ഞ് ലിഫ്റ്റിൽ അവിടെ ഇറങ്ങി പോകുമ്പോഴാണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ ACP ഒന്ന് തുറച്ചു നോക്കിയിട്ടാണ് മുകളിലേക്ക് വരുന്നത്. എന്നാൽ അതേ സമയത്ത് എഡിറ്റർ ആണെങ്കിൽ നീ ഒരു ഷോ നടത്തുമ്പോൾ ചോദിക്കാമോന്ന ചോദ്യങ്ങളെ കുറിച്ച് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യണമെന്ന് പോലും നിനക്കൊരു ബോധമില്ലേ. അപ്പോഴാണ് ചില കൊളീഗ്സ് പറയുന്നത് സാറേ അത് ആവണിയും ആനന്ദ് ചേർന്നിട്ട് ഒന്നിച്ചുണ്ടാക്കിയതായിരിക്കും, രണ്ടുപേരും തമ്മിൽ ഇപ്പൊ പ്രണയല്ലേ. അപ്പൊ ശിവയാണെങ്കിൽ എടുത്തു ചാടിയിട്ട് ജേർണലിസം ചെയ്യാനാണെങ്കിൽ കരിയർ തന്നെ ഉണ്ടാവില്ല. എന്നാൽ ആവണി സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോ ഹീറോ പറയുന്നുണ്ട് നിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് മറ്റുള്ള ആളുകളല്ല പറയേണ്ടത്, നീയാ പറയണ്ടേ. അപ്പൊ ശിവയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നീ ഏതറ. അത് കേട്ട കാലിപ്പില് ഹീറോ അയാളുടെ കാരണടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ഒരു മാഗസിൻ തെറിച്ച് താഴെ വീഴുകയാണ്. അപ്പോഴാണ് വേറെ ലെവൽ ട്വിസ്റ്റ്. അതായത് ഈ ഒരു ഓഫീസിന്റെ ഓണറുടെ മകൻ തന്നെയാണ് നമ്മുടെ ഹീറോ ആനന്ദ്. അതായത് തന്റെ കമ്പനിയിലെ വർക്കുകളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തന്നെയാണ് ഈ ഒരു പ്ലാൻ സ്വീകരിച്ചത്. അപ്പോൾ CEO ആണെങ്കിൽ സാറേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ കുറച്ച് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടത്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. അപ്പോൾ
CEO അങ്ങനെ പിരിച്ചുവിടണോ? പിരിച്ചുവിടണമെങ്കിൽ അത് എനിക്കറിയില്ലേ. അവളെ ചെയ്ത തെറ്റിനെ സോറി ചോദിക്കാൻ പറ. അങ്ങനെ നേരെ ശിവയോട് നിങ്ങൾ ചെയ്തതിന് ആ പെൺകുട്ടിയോട് സോറി ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയിൽ ജോലിയുള്ളൂ. അങ്ങനെ CEO എന്നോട് ക്ഷമിച്ചേക്ക്. അപ്പോൾ തന്റെ പ്രണയം പറയാന് ഇതാണ് കറക്റ്റ് സിറ്റുവേഷൻ ഉറപ്പായപ്പോൾ നമ്മുടെ ഹീറോ നേരെ വന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാണ്. 3 വർഷമായില്ലേ, ഇപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയിനും ആ ഒരു പ്രപ്പോസല് അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ എൻഗേജ്മെന്റ് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആവണിയില്ലേ, അവളുടെ മാരേജിന്റെ ആ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാൻ നമ്മുടെ സൈക്കാട്രിക് ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഓൾറെഡി അവിടെ നമ്മുടെ ജീവിതയും തന്റെ അനിയ രവിയും ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ഇവരറിയോ, ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. മകളെ കാണാത്തതിന്റെ ആ ഒരു മെന്റൽ സ്ട്രെസ് സഹിക്കാൻ പറ്റാതെ ഡോക്ടറെ കാണാൻ വന്നതാണ്. അങ്ങനെ മെഡിസിനും വാങ്ങിയിട്ട് അവർ തിരിച്ചു നോക്കുമ്പോൾ ജീവിത തന്റെ കല്യാണ കത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡോക്ടർക്കും ആ ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. അല്ല അവണി, അന്ന് കൂടെ വന്ന ആ ഒരു പയ്യൻ അവൻ തന്നെ ആയിരിക്കൂലേ വരാൻ? അപ്പോൾ ഡേറ്റ് മറക്കണ്ട, എന്റെ ഫ്രണ്ട് എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, വണ്ടിയുണ്ട്. അങ്ങനെ ആവണിയോട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഡോക്ടറില്ലേ ആ ഒരു ലെറ്റർ വിചിത്രമായിട്ട് നോക്കുകയാണ്. ഇനിയിപ്പോ ഇയാളായിരിക്കും സഹിക്കോ? അങ്ങനെ ആവണി നേരെ തന്റെ ഫ്രണ്ട് രമ്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവള് ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങുമ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ ACP കാണുന്നുണ്ടായിരുന്നു. ഓൾറെഡി ACPക്ക് നല്ല കലിപ്പല്ലേ. അപ്പോൾ ചെറിയൊരു ടെൻഷനിലെ ACPയെ കണ്ട കാര്യം ആവണി ഹീറോയെ വിളിച്ച് പറയാണ്. അപ്പോൾ ACP മാനേജറോട് ഇവിടുത്തെ CCTV ക്യാമറയ്ക്ക് എവിടെയാ? അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഹീറോയും തന്റെ മാരേജ് വിളിക്കാനായിട്ട് റിലേറ്റീവ്സിന്റെ അടുത്ത് പോയതാണ്. അവണി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഫോൺ വെച്ചോ. അങ്ങനെ അവള് തന്റെ വണ്ടിയിലേക്ക് കയറാന് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോ ഏതോ ഒരു കാറിലെ അവളുടെ നേരേക്ക് പാഞ്ഞു വരികയാണ്. എന്നാൽ ഭാഗ്യത്തിന് അവൾക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ കാറിൽ നിന്ന് ഒരു മാസ്ക് ഒക്കെ വെച്ച ഒരുത്തനില്ലേ നമ്മുടെ ആവണിയെ ബോധം കെടുത്തി തട്ടിക്കൊണ്ടുപോകാൻ നോക്കാണ്. അതായത് ഇവൻ തന്നെയാണ് ആ ഒരു സൈക്കോന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ആവണിയുടെയും ഹീറോയുടെയും കല്യാണം ഏകദേശം ഉറപ്പിച്ചില്ലേ, അതുകൊണ്ടായിരിക്കാം അവളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ACP പക വീട്ടാന് ആ ഒരു സ്ഥലത്തേക്ക് വന്നോണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഹീറോയിനെ വണ്ടിയുടെ ട്രിക്കിലാക്കിയിട്ട് ആ സൈക്കോ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ACP അവനെ കണ്ടിട്ടുണ്ട്. അപ്പൊ തന്നെ സംശയിച്ചിട്ട് നിക്കട അവിടെ. അങ്ങനെ അവന്റെ നേരേക്ക് കെണ്ണും ചൂണ്ടിയിട്ട് അവനെ ലോക്ക് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തിരിയാണ്. അവനെ മുഖം കണ്ടപ്പോ ACP ഷോക്കായി പോയിട്ടുണ്ട്. ആ ഒരു സെക്കൻഡിലെ ആ ഒരു ഗണ്ണും അടിച്ച് തെറിപ്പിച്ചിട്ട് ACPയെ എടുത്ത് പഞ്ഞിക്കിടാണ്. അങ്ങനെ അവസാനം ഒരു കമ്പി വെച്ചിട്ട് അയാളെ അടിച്ച് ബോധം കെടുത്തിട്ട് ആ സൈക്കോ ACPയുടെ ശരീരത്തിലൂടെ കാറും കയറ്റി ACPയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഹീറോ ബൈക്ക് കൊണ്ട് പാഞ്ഞു വരുന്നുണ്ട്. അപ്പോഴാണ് സെക്യൂരിറ്റി കാര്യം പറയുന്നത്. ആ സൈക്കോയുടെ പിന്നാലെ ബൈക്ക് തിരിച്ച് ഹീറോ പായാണ്. ആ ഒരു സ്പോട്ടിൽ തന്നെ ACP മരണപ്പെട്ട പോട്ടില്ലേ. അങ്ങനെ പോലീസ് ടീം വന്നിട്ട് നമ്മുടെ ആവണിയെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു CCTV വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ACPയുടെ ബോഡി ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് വീട്ടിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ ACPയുടെ കുഞ്ഞു മകൾക്കും ഭാര്യയ്ക്കും ആ ഒരു വിയോഗം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹയർ ഓഫീസർ ആണെങ്കിൽ ഒരു ACPയുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു ജനങ്ങളോട് നമ്മൾ എന്താ പറയാ. അപ്പോൾ IG ആണെങ്കിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അവനെ ഞങ്ങൾ പൂട്ടിയിരിക്കും. അങ്ങനെ നമ്മുടെ ലേഡി SIയെ ആ ഒരു ടീമിനെ ലീഡ് ചെയ്യാനായിട്ട് നിയമിക്കുകയാണ്. അങ്ങനെ മീഡിയാസിനെ വിളിച്ചിട്ട് ACP കൊല്ലപ്പെട്ട കാര്യവും അവനെ തട്ടിക്കൊണ്ടുപോയ കാര്യം ഇൻഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു വണ്ടി ഒരു വൈറ്റ് ഹോണ്ട സിറ്റിയാണ്. അങ്ങനെ വണ്ടിയുടെ നമ്പർ അടക്കം ഡീറ്റെയിൽസും മീഡിയക്ക് കൊടുക്കുകയാണ്. ഓൾറെഡി ആ ഒരു ഡീറ്റെയിൽസ് RTO കൊടുത്തിട്ടുണ്ട്. കാരണം ആ വണ്ടിയുടെ ഓണറുടെ ഡീറ്റെയിൽസ് കിട്ടുമല്ലോ. എന്നാൽ ആ വണ്ടിയെക്കുറിച്ച് ജനങ്ങൾക്ക് കൂടി അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോലീസ് ഇൻഫോം ചെയ്യാലോ. അതിനായിട്ട് IG ഒരു ടോൾ ഫ്രീ നമ്പറും കൊടുക്കുകയാണ്. അങ്ങനെ കൺട്രോൾ റൂമിൽ നിന്നിട്ട് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യാണ്. അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ ഹീറോയെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് IGയുടെ ഒരു ഓഫീസർ എന്ന് പറയുന്നത്, സാറേ ഒരു കാറിന്റെ നമ്പർ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പോൾ അതൊരു ഫേക്ക് വണ്ടിയാണ്. അപ്പോൾ ഓണർ ഡീറ്റെയിൽസ് എന്തായാലും കിട്ടില്ല. അങ്ങനെ എല്ലാ ചെക്ക് പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറയാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ഒരു സൈക്കോയിലെ തന്റെ കാറിലെ പാട്ടൊക്കെ വെച്ചിട്ട് ആവണി എങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അവൾക്ക് ബോധം വരുന്നത്. ആരാ ഇത്, എന്നെ പുറത്തു വിട്. അവൾ ആ വണ്ടി തട്ടിയിട്ടും ആ ഒരു പാട്ടിന്റെ ശബ്ദത്തില് അതൊന്നും സൈക്കോ കേൾക്കുന്നില്ല. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അവളുടെ പോക്കറ്റിൽ ഫോണുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോ നീ ഇപ്പോ എവിടെയുള്ളേ? എനിക്കറിയില്ല. ഏതൊരു മുഖമൊഴിയിട്ട ഒരുത്തനാ എന്നെ ബോധം കെടുത്തിയ. എന്നെ മരിക്കാൻ വിട്ടുകൊടുക്കല്ലേ, നമുക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ. അവ ഹീറോ നിനക്കൊന്നും പറ്റില്ല, നീ ധൈര്യമായിരിക്കെ. ആ വണ്ടിയുടെ ഡിക്കിയുടെ ഉള്ളില് എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ നോക്ക്. അപ്പോഴാണ് അവൾക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടുന്നത്. നീ ടെൻഷൻ അടിക്കാതെ പതിയെ ആ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ഇല്ലേ അതിന്റെ സ്ക്രൂസ് റിമൂവ് ചെയ്യാൻ നോക്ക്. അങ്ങനെ ആ ഒരു സൈഡ് ഗ്ലാസ് അവൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊരു ഹൈവേയിലൂടെയാണ് വണ്ടി പോകുന്നത് അവൾക്ക് മനസ്സിലാവാണ്. ആ ഒരു കാര്യം ഹീറോയോട് പറഞ്ഞപ്പോ നീ ഒരു കാര്യം ചെയ്, നിന്റെ കൈ പതിയെ പുറത്തിട്ടിട്ട് മറ്റു വണ്ടിക്കാർ കാണുന്ന രീതിയിൽ ഹെൽപ്പ് ചോദിക്കേ. എന്നാൽ അവൾ എത്ര ശബ്ദം ഉണ്ടാക്കിയിട്ടും ആ ഒരു ഭാഗത്തൂടെ കുറച്ച് വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ. അവള് ഹെൽപ്പ് ചോദിച്ചത് ആരും കാണുന്നില്ല. അപ്പൊ ഹീറോ അടിക്കില് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്ക്. ഇവിടെ ഇഞ്ചിൻ ഓയിലും അതുപോലെ ഒരു പെയിന്റ് ഡബ്ബയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ആ ഒരു പെയിന്റ് പാതിയെ ആ ഒരു ഹോളൂടെ പൊട്ടിച്ച് താഴത്തേക്ക് ഒഴിക്കുക. ചിലപ്പോ ആ ഒരു കാഴ്ച ആരെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഹീറോ ഇല്ലേ നേരെ നമ്മുടെ ലേഡി SI വിളിച്ചിട്ട് ഇപ്പോ ഞാൻ ഏത് റൂട്ടിലൂടെയാണ് പോകുന്നത് എന്റെ ലൊക്കേഷനും അതുപോലെ ആവണിയുടെ ഫോണിന്റെ ലൊക്കേഷനും ഒന്ന് ട്രാക്ക് ചെയ്യോ. അതായത് ആ ഒരു കാറ് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് പെട്ടെന്ന് കണക്ട് ചെയ്യാലോ. അങ്ങനെ SIയും ആ ഒരു ലൊക്കേഷൻ കണക്ട് ചെയ്യാണ്. അങ്ങനെ ഓരോ ടേണിങ്സും
ഡീറ്റെയിൽസും കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സൈക്കോയുടെ പാട്ട് ഓഫായപ്പോ തന്റെ വണ്ടിയുടെ പിന്നിലെ എന്തോ ഒരു ശബ്ദം പോലെ തോന്നിട്ട് വണ്ടി പതിയെ സൈഡാക്കാണ്. അപ്പോഴാണ് വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ ട്രൈ ചെയ്തതും ആ ഒരു പെയിന്റ് ഒഴിച്ചതൊക്കെ അവൻ കാണുന്നത്. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നെ തീർത്താളെ. എന്നാൽ ആ ഒരു കാഴ്ച അവനോട് കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തം കണ്ടിട്ടുണ്ട്. എന്നാൽ സൈക്കോ അവനെ കൊലപ്പെടുത്തിയിട്ട് അവനുടെ ഫോണ് വേറൊരു വണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവന്റെ കാറും എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ നമ്മുടെ പോലീസ് ടീമും അതുപോലെ ഹീറോയും അവനുടെ ഫോണ് ട്രേസ് ചെയ്തിട്ടല്ലേ പോയിക്കൊണ്ടിരുന്നത്. അവസാനം ആ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്തപ്പോൾ അവർക്ക് ഉറപ്പായിട്ടുണ്ട് അവരെ ആ സൈക്കോ പറ്റിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ എങ്ങോട്ട് കൊണ്ടുപോയത് ഒന്നും അറിയാതെ ഹീറോ തല ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സൈക്കോയിലെ ഒരു കണ്ടെയ്നറിന്റെ അരികിലായിട്ട് അവന്റെ കാറ് നിർത്തുകയാണ്. അതായത് ആ ഭാഗത്ത് പോലീസ് ചെക്കിങ് നടത്തുന്നുണ്ട്. എന്നാൽ ബോധം കിട്ടിരുന്ന അവനിക്ക് ബോധം വരികയാണ്. അപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഹീറോ കണ്ടെത്താനായിട്ട് അവളുടെ കയ്യിലെ വളകള് പൊട്ടിച്ച് താഴെയിടാണ്. അതുപോലെ കയ്യിലെ ചെയിന് ആ ഒരു എൻഗേജ്മെന്റ് റിങ് അതും റോട്ടിലിടുകയാണ്. എന്നാൽ അതിനുള്ളില് സൈക്കോയില് ആ ഒരു ട്രക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് തന്നെ തന്റെ കാറ് കയറ്റുകയാണ്. അതായത് ഇനി ഒരിക്കലും പോലീസിന് ആ ഒരു കാറ് ട്രേസ് ചെയ്യാനും പറ്റില്ല, അതുപോലെ ചെക്കിങ്ങിൽ നിന്ന് ഈസിയായിട്ട് രക്ഷപ്പെടാനും പറ്റുമല്ലോ. കുറെ നേരമായിട്ട് ഹീറോ ആ ഒരു വെള്ള ഹോണ്ട സിറ്റി തേടി നോക്കിയിട്ട് അതുപോലൊരു കാറ് കാണാനേ ഇല്ല. എങ്ങോട്ടാ പോയതെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു കാര്യം എസ്ഐയോട് പറയുമ്പോൾ ആ ഒരു സറൗണ്ടിങ്ങിൽ നിന്ന് അവൻ അധികം എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല, അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിലെ അവിടെ ഒരു ടെമ്പിളിന്റെ അരികിലായിട്ട് നമ്മുടെ ആവണി പൊട്ടിച്ചിട്ട ആ ഒരു വളപ്പൊട്ടുകളും അതുപോലെ തന്റെ എൻഗേജ്മെന്റ് റിങ്ങും കാണുന്നത്. ആ ഒരു കാർ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുകയെന്ന് അവിടെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഒരു കടയിൽ നിന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറിൽ ആ ഒരു കാറ് കയറ്റിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ലേഡി എസ് ഐ വിളിച്ചിട്ട്, മേഡം നമ്മൾ ഇത്ര നേരം തേടിയിട്ടും ആ ഒരു കാറ് കണ്ടെത്താൻ പറ്റാത്തത് ആ ഒരു കണ്ടെയ്നറിനുള്ളിൽ ആ കാറ് കയറ്റിട്ട് പോകുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിലെ ആ ഒരു ഹൈവേയിലൂടെ തന്നെ പാഞ്ഞു പോവാണ്. അങ്ങനെ അവസാനം ആ ഒരു കണ്ടെയ്നർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്റെ ബൈക്കില് ഒരു കല്ലിൽ ഇടിപ്പിക്കുകയാണ്. അപ്പോൾ മുകളിലേക്ക് ബൈക്ക് പൊന്തി വരുമ്പോൾ ബൈക്കിൽ ചവിട്ടിയിട്ട് ആ കണ്ടെയ്നറിൽ ചാടി പിടിക്കുകയാണ്. അങ്ങനെ അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു സൈക്കോയിലെ ഓൾറെഡി ആ കണ്ടെയ്നറുടെ ഡ്രൈവർ കൊലപ്പെടുത്തിയിട്ട് ആ വണ്ടി തന്റെ കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് സൈക്കോ കാണുന്നത് പിന്നാലെ പോലീസ് ടീം വരികയാണ്. എന്നാൽ സൈക്കോ സ്റ്റോപ്പ് ചെയ്യോ. അവസാനം ആ വണ്ടി ബ്ലോക്ക് ചെയ്യാന് പോലീസ് വണ്ടി നേരെ മുമ്പിൽ നിർത്തുമ്പോൾ സൈക്കോയുടെ കൺട്രോൾ പോയിട്ട് ആ രണ്ട് വണ്ടി ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ കണ്ടെയ്നർ തന്നെ കൊളാപ്സ് ആയിട്ട് മറിയാണ്. അതിൽ ഹീറോയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ ആ സൈക്കോയില് അവനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ തന്റെ കാറും എടുത്ത് ആവണയും കൊണ്ട് അവൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. അങ്ങനെ കഥയുടെ ആരംഭത്തില് നമ്മൾ ഒരു കല്യാണ പെൺകുട്ടിയെ ഇതേ സൈക്കോ ഒരു ചെസ് ബോർഡിന്റെ മുമ്പിലിരുത്തിയിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഗെയിം കളിച്ചിരുന്നില്ലേ, അതുപോലെ നമ്മുടെ ആവണിയും കൊണ്ട് നിരുത്താണ്. എന്നിട്ട് ചെയിന് കൊണ്ട് അവളുടെ കാലുകളെ ലോക്ക് ചെയ്യാണ്. അപ്പോ നമ്മുടെ ഹീറോനാണെങ്കിൽ എന്നെ ഉപദ്രവിക്കല്ലേ, എന്നെ വെറുതെ വിട്. അപ്പോ സൈക്കോ ആണെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യാനാ, നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ലേ. അതേ സമയത്ത് ആ ഒരു ഹോണ്ട സിറ്റിയുടെ ഒറിജിനൽ നമ്പർ ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പോൾ അതൊരു റെന്റൽ വണ്ടിയാണെന്നും അത് ആരാണ് എടുത്തിട്ട് പോയതെന്നും അവര് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാണ്. അതേ സമയത്താണ് ആ സൈക്കോ അവന്റെ മുഖംമൂടി അഴിക്കുന്നത്. അപ്പോഴാണ് വേറെ ലെവൽ ട്വിസ്റ്റ്. അതായത് ആ ഒരു സൈക്കോ വേറെ ആരുമല്ല, നമ്മുടെ ജീവിതയുടെ അനിയനായിട്ടുള്ള രവിയില്ലേ അവൻ തന്നെയാണ്. അതായത് ബിന്ദുവിന്റെ മുറച്ചെറുക്കൻ. അതുപോലെ പോലീസിനും ഇവന്റെ ഫാക്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് ടീം മുഴുവനായിട്ട് രവിയെ തേടി ഇറങ്ങാണ്. എന്നാൽ ആ ഒരു സൈക്കോ അല്ലേ ഫതിയെ അവനുടെ അരികിൽ വന്നിട്ട്, ജീവന് തുല്യ സ്നേഹിച്ചവനെ വഞ്ചിക്കുന്നവൾക്ക് ഞാൻ എന്താ കൊടുക്കണ്ടേ, ഇന്ന് നിന്റെ അവസാനാണ്. അവളാണെങ്കിലേ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ. അപ്പൊ പെട്ടെന്ന് അവൻ എന്തോ സംഭവിച്ചിട്ട്, അല്ല ബുജി, ഞാൻ നിന്നെ എന്ത് ചെയ്യാനാ, നീ എന്തിനാ കരയുന്നേ, നമ്മുടെ കല്യാണം നടക്കാൻ പോവല്ലേ. അങ്ങനെ അവളുടെ ചെയിന് കഴിച്ചു കൊടുത്തിട്ട് എനിക്ക് എന്താ പറ്റിയെന്ന് അറിയുന്നില്ല, നീ ഇവിടെ തന്നെ ഇരിക്കേ. അങ്ങനെ അവൻ പതിയെ ഉള്ളു പോയിട്ട്, ബുജി നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സാരിയും ജ്വല്ലറീസ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അപ്പോ നീ പോയിട്ട് വേഗം ഒരുങ്ങിയിട്ട് മാറ്റിയിട്ടോ. എന്നാല് ആവണിക്ക് ഇവൻ എന്തെങ്ങനെ പെരുമാറുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. പോയിട്ട് വാ. അങ്ങനെ അവൾ ഉള്ളിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവനൊരു ഭ്രാന്തനെ പോലെ ഇന്ന് എന്റെ കല്യാണാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആവണിയാണെങ്കിൽ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് മാറാറ് റൂമിലേക്ക് വന്നില്ലേ. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോഴാണ് അവളുടെ കഴുത്തിലായിട്ട് ഒരു ചെയിന് പോലെ നമ്മുടെ ഹീറോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു തരത്തില് എയർപോർട്ടാണ്. ഹീറോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നിനക്കെന്നെ വിളിക്കാൻ പറ്റുന്നു. കാരണം ആവണി അവളൊരു ജേർണലിസ്റ്റ് അല്ലേ, അപ്പോൾ എപ്പോ വേണമെങ്കിലും എന്ത് അപകടം വേണമെങ്കിലും വരാൻ ചാൻസും ഇല്ലേ. അപ്പൊ ഒരു റെസ്ക്യൂവിന് വേണ്ടി കൊടുത്തതാണ്. ആവണി, റാം നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അങ്ങനെ വീണ്ടും അവനെ വിളിച്ചോണ്ടിരിക്കുമ്പോ ആ ഒരു ആക്സിഡന്റില് നമ്മുടെ ഹീറോ മയക്കിടക്കായിരുന്നില്ലേ. പെട്ടെന്ന് അവൻ അവളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ലാമോ നീ ഇപ്പോ എവിടെയുള്ളേ? എവിടെയെന്ന് എനിക്ക് അറിയില്ല. എന്നെ തട്ടിക്കൊണ്ടുവന്ന സൈക്കോ ആരെന്നറിയോ? ജീവിതയുടെ അനിയൻ രവിയില്ലേ അവനാണ്. ഇപ്പോ ഡ്രസ്സും ജ്വല്ലറിയും തന്നിട്ട് എന്നോട് ഒരുങ്ങാൻ പറയാണ്. എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. അപ്പൊ ഹീറോ, നീ ഇപ്പോ അവന്റെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യരുത്. തൽക്കാലം അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ നോക്ക്. ഈ ഒരു ഡിവൈസ് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നീ എന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. വൈകാതെ നിന്റെ അരികിൽ ഞാൻ ഉണ്ടാവും. അങ്ങനെ ഹീറോ ബൈക്ക് എടുത്തിട്ട് അവളുള്ള ഏരിയ നോക്കി പോവാണ്. അതേ സമയത്ത് സൈക്കോയെ ചൊടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവള് ഡ്രസ്സ് മാറ്റിയിട്ട് അവൻ പറഞ്ഞ പോലെ ആ ചെസ് ബോർഡിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോ ആ വണ്ടിക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത്
ആ ഒരു സൈക്കോ ഇപ്പൊ കരുതുന്നത് അവന്റെ മുൻപിലിരിക്കുന്നത് അവൻ പ്രണയിച്ചിരുന്ന അവന്റെ ചേച്ചിയുടെ മകള് ബിന്ദു ആണെന്നാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈ ചെസ് തുടങ്ങുകയല്ലേ, നമ്മളില് ആരാ ജയിക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ അവളാണെങ്കിലേ പതിയെ അവന്റെ ഇമോഷൻ ടച്ച് ചെയ്യാണ്. ചെറുപ്പം മുതലേ മാമൻ എനിക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നു, എന്തൊരു ചെറിയ തെറ്റ് വന്നാൽ പോലും മാമനോട് ക്ഷമിക്കില്ലായിരുന്നു. അപ്പോഴാണ് രവിയിലെ ചില ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നത്. രവിയുടെ 6ാമത്തെ വയസ്സിലാണ് അവന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവന്റെ അമ്മയുടെ ചേച്ചിയായിട്ടുള്ള ജീവിത തന്റെ ചെറിയ മകളുമായിട്ട് രവിയെ തന്റെ വീട്ടിലേക്ക് വളർത്താനായിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ്. എന്നാൽ ബിന്ദു അന്ന് ചെറിയ കുട്ടിയായിരുന്നില്ലേ, അവൾ വല്ലാതെ കരയായിരുന്നു. ആ ഒരു സമയത്തൊക്കെ രവി അവളെ കരച്ചിൽ മാറ്റാനായിട്ട് ഒരു ജോക്കർ മാസ്ക് യൂസ് ചെയ്യായിരുന്നു. അങ്ങനെ ആ മാസ്ക് വെച്ച് കളിക്കുമ്പോഴൊക്കെ അവളുടെ കരച്ചിൽ മാറിയിട്ട് പതിയെ പതിയെ അവൾ ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ അവള് വളരാൻ തുടങ്ങി. അതോടുകൂടി എന്റെ ഉള്ളില് അവളോടുള്ള ഇഷ്ടവും വളരാൻ തുടങ്ങി. എന്റെ ചേച്ചിയാണെങ്കിൽ എന്നോട് പറഞ്ഞത് ബിന്ദു അവള് എന്റെ സ്വന്തമാണെന്നാണ്. എന്റെ മനസ്സിൽ ഞാൻ കുറേയധികം സ്വപ്നങ്ങൾ വളർത്തി. അങ്ങനെ അവൾക്ക് കല്യാണപ്രായമായപ്പോ അവളുടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്ത് അവളുടെ അമ്മ തന്നെ അവളോട് സമ്മതം ചോദിച്ചു, രവിയെ നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമാണോ? അപ്പോൾ അവളും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചതാണ്. എന്നാൽ അടുത്ത ദിവസം തന്നെ അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങൾ അമ്മയോട് പറയാൻ തീരെ ധൈര്യമില്ല, എന്നാൽ മാമനോട് എനിക്ക് എന്തും പറയാലോ, മാമൻ വേണം അമ്മയോടൊന്ന് പറയാന്. അതായത് കോളേജിൽ വെച്ചിട്ട് ഞാൻ മഹേഷ് എന്ന ഒരു പയ്യനെ വല്ലാതെ പ്രണയിക്കുന്നുണ്ട്, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ അവളെന്റെ കാലിലൂടെ കരഞ്ഞപ്പോ ചെറുപ്പം മുതലേ ഓരോ കരച്ചിലും മാറ്റാന് ഒരു ജോക്കറിന്റെ വേഷം കെട്ടി ആടിയ ഞാൻ ശരിക്കും ഒരു ജോക്കറായി മാറിയ പോലെ എന്റെ മനസ്സിനുള്ളിലേക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ മനസ്സ് കല്ലാക്കിയിട്ട് തന്റെ ചേച്ചിയോട് എനിക്ക് ബിന്ദുവിനെ എന്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇപ്പൊ വന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞാല് കല്യാണത്തിന് ഇനി അധികം ദിവസമില്ലല്ലോ. എന്നാൽ രവി ചെറുപ്പം മുതലേ അവളൊരു അനിയത്തിയെ പോലെ അല്ല ഞാൻ കണ്ടേ. അപ്പൊ ചേച്ചി എന്റെ മുഖത്തോക്കിരുന്ന് പറ, എനിക്കറിയുന്നില്ലേ അവളെ നിനക്ക് ഇഷ്ടമായിരുന്നോന്ന്? അല്ല ചേച്ചിക്ക് വെറുതെ തോന്നിയതാ. എന്നാലും ചേച്ചിക്ക് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. നിനക്കറിയുന്നല്ലേ ചെറുപ്പത്തില് എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടതാ. എന്റെ ജീവിതം പോലെ നിനക്കൊരിക്കലും സംഭവിക്കരുതെന്ന് കരുതിയിട്ടാ, നിനക്ക് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചേ. രവി നിന്റെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആ ഒരു മഴയത്ത് എന്റെ ചേച്ചിയുടെ മനസ്സ് തകർന്നതും കണ്ണൊഴുകിയതും കാണാൻ എനിക്ക് പറ്റിയില്ല. ഇനിയിപ്പോ അവളുടെ ഇഷ്ടം പോലെ ഒരു പയ്യനെ തേടെന്ന് കരുതിയപ്പോ അവസാനം മഹേഷ് തന്നെ ഇങ്ങോട്ടേക്ക് സമ്മതം പറഞ്ഞു വരികയാണ്. അങ്ങനെ ബിന്ദുവിന്റെയും മഹേഷിന്റെയും എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടക്കുകയാണ്. എന്നാൽ ആ ഒരു ഫംഗ്ഷനിൽ ഇതുവരെ തന്റേതാണെന്ന് കരുതിയ തന്റെ ബിന്ദു തന്നിൽ നകന്നു പോകുന്നത് അവന് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഫംഗ്ഷൻ കാണാൻ പറ്റാതെ രവിയിലെ ആരും കാണാതെ കുറച്ച് ദൂരെ പോയിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ മനസ്സിലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ കുറേയധികം സൈക്കോ ക്യാരക്ടേഴ്സ് അവനോട് പറയുന്നുണ്ട്, നിന്നെ ചതിച്ചവളെ നീ വെറുതെ വിടാൻ പോവാ, അവൾക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണ്ടേ. അവൾ സങ്കടപ്പെട്ടപ്പോഴൊക്കെ നീയും സങ്കടപ്പെട്ടില്ലേ, അവളെ സന്തോഷിപ്പിക്കാനായിട്ട് നീ എന്തൊക്കെയാ ചെയ്തത്, ഒരു ജോക്കറായി മാറിയില്ലേ. ഇപ്പൊ ജീവിതത്തിൽ തന്നെ അവൾ നിന്നെ ജോക്കറാക്കാൻ നോക്കുമ്പോൾ അവൾക്ക് അർഹമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണ്ടേ. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും പണിഷ്മെന്റ് കൊടുക്കുമെന്ന് അവന്റെ തലയുടെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ അവന് തോന്നാണ്. എന്നാൽ അവന്റെ മനസ്സിലെ നന്മയുടെ വശം പറയുന്നുണ്ട്, നിന്റെ ബുജിയെ നീ എത്രത്തോളം സ്നേഹിച്ചതല്ലേ, അവളോട് നീ ക്ഷമിച്ചേക്ക്. എന്നാൽ അവന്റെ മനസ്സിൽ അവൻ എന്തോ തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവൻ ബുജിയെന്ന് വിളിക്കുന്ന ബിന്ദു വരുന്നത്. മാമ എത്രത്തോളം നന്ദി പറഞ്ഞാലാ മതിയാവെന്ന് എനിക്കറിയില്ല, അമ്മയോട് മാമൻ പറഞ്ഞുകൊണ്ടാ അമ്മ സമ്മതിച്ചേ. മഹേശനും മാമനോട് താങ്ക്സ് പറയണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ കുറെ നാളിലെ ചെസ് കളിച്ചിട്ട് നമുക്കൊന്ന് ചെസ് കളിച്ചാലോ, കളിയൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട്, എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ അവള് ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ രവിയുടെ ഉള്ളില് എന്നെ വീണ്ടും വീണ്ടും ഇവള് ചോക്കറാക്കുക. അങ്ങനെ പെറുപിറുത്തോണ്ടിരിക്കുമ്പോ അവളെ എന്താ മാമ പറ്റിയേ, ഈ ഡ്രസ്സ് നമ്മൾ ഒന്നിച്ച് നമ്മുടെ എൻഗേജ്മെന്റ് വാങ്ങിയതല്ലേ. എന്നിട്ട് അങ്ങനെ അവൾ അടിച്ച് താഴെയിടുമ്പോ, അല്ല മാമ എന്താ പറ്റിയേ, നീ കുഞ്ഞായിരുന്ന മുതലേ നിന്നെ പ്രണയിച്ച തന്നെ നീ ചതിച്ചിട്ട് വേറൊരുത്തന്നെ കല്യാണം കഴിച്ച് പോവാ, അതും പറഞ്ഞിട്ട് അവളുടെ തല പിടിച്ച് ആ കല്ലിൽ അടിക്കുകയാണ്. അങ്ങനെ ബോധം കെട്ടി താഴെ വീണ് അവിടെയില്ലേ അവൻ്റെ ഉള്ളില് വിദ്വേഷം സഹിക്കാൻ പറ്റാതെ ഒരു കത്തി വെച്ച് ക്രൂരമായിട്ട് കൊന്നുകളയാണ്. അതിനുശേഷം ഏതൊക്കെ പെൺകുട്ടികള് കല്യാണത്തിന് ഒരുങ്ങുന്നുണ്ടോ അവരെല്ലാം തന്റെ ബിന്ദുവാണെന്നും തന്നെ ചതിക്കാണെന്നും മനസ്സിൽ കരുതിയിട്ടാണ് ഓരോ പെൺകുട്ടികളായിട്ട് ഈ ഒരു സൈക്കോ വേട്ടയാടുന്നത്. അപ്പോ അവൻ പറയുന്നുണ്ട്, അപ്പോ ബുജി നമ്മുടെ കല്യാണം നടക്കാൻ പോവാണ്. എന്നാൽ അതിനുള്ളില് നമ്മുടെ ഹീറോയിലെ ജീവിതയോട് രവിയുടെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആവണിയും അത് കൺഫേം ചെയ്യാനായിട്ട് ആ ഒരു ഹെഡ്ഫോണിലൂടെ സംസാരിക്കുന്നത് നമ്മുടെ സൈക്കോ കാണാണ്. ആരാടാ നീ? അപ്പൊ ഹീറോ, ഞാൻ നിന്റെ മരണാടാ. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് രവി തന്റെ കൂട്ടാളികളെ നിർത്തിയിട്ടുണ്ട്. അവർ ഓരോരുത്തരും ഹീറോ എടുത്ത് പഞ്ഞു കിട്ടിട്ട് അവൻ എവിടെടാ? അപ്പോ രവിയുടെ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ കുറേയധികം റൂമുകളുണ്ട്, ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നില്ല. അതിനിടയിൽ ഒളിഞ്ഞിരുന്ന സൈക്കോയില്ലേ ഹീറോയെ അടിച്ചു താഴെയിട്ടിട്ട് അവിടുന്ന് ഓടിപ്പോവാണ്. ആ ഗ്യാപ്പില് നമ്മുടെ ആവണിയിലെ എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു ചെയറിലൊരു പെൺകുട്ടി മുല്ലപ്പൊക്കെ ചൂടിട്ട്
തിരിഞ്ഞിരിക്കുന്നത് കാണുന്നത്. പതിയെ ആ ഒരു ചെയർ തിരിച്ചു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ആ ഒരു സൈക്കോ പ്രണയിച്ച അവന്റെ മുറപ്പെണ്ണ് ബിന്ദു തന്നെയാണ്. അവളുടെ ശരീരമൊക്കെ പതിയെ ഉരുക്കി എല്ലും കൂട് പോലായിട്ടുണ്ട്. അതുകൊണ്ട് അവണി വല്ലാതെ പേടിച്ച് അലറിപ്പോവാണ്. ആ സൗണ്ട് കേട്ടപ്പോ സൈക്കോക്ക് അവൾ എവിടെയുള്ളത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഭ്രാന്തനെ പോലെ അവളുടെ നേരേക്ക് വരുമ്പോ നമ്മുടെ ഹീറോയും ആ സൗണ്ട് കേട്ടതല്ലേ സൈക്കോയെ അടിച്ചു താടിട്ടിട്ട് അവളോടൊന്ന് രക്ഷപ്പെടുത്തിയിട്ട് പോകാൻ നോക്കുകയാണ്. എന്നാൽ സൈക്കോ ആണെങ്കിലേ ഹീറോയുടെ കാല് പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് ഫൈറ്റ് ആകുമ്പോ നമ്മുടെ ഹീറോനോട് നോടി പോകുന്നുണ്ട്. അതുകൊണ്ടപ്പോ ഹീറോയെ അടിച്ചു താടിട്ടിട്ട് സൈക്കോ അവളുടെ പിന്നാലെ പായാണ്. അങ്ങനെ ഒരു കത്തിയുമായിട്ട് അവളെ കൊല്ലാൻ നോക്കുമ്പോ നമ്മുടെ ഹീറോനെ ചവിട്ട് തെറിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജീവിതയും അവരുടെ അച്ഛനും വരുന്നത്. അവര് പല ഭാഗത്തായിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് തേടി നോക്കുകയാണ്. അപ്പോഴാണ് ജീവിതയിലെ ഇത്രയും നാളും കാണാതായ തന്റെ ഏക മകള് കല്യാണ വസ്ത്രത്തില് മരണപ്പെട്ട് ശരീരമൊക്കെ ഉണങ്ങിയ അവസ്ഥയിൽ കാണുന്നത്. ആ കാഴ്ച കണ്ടപ്പോ ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. താൻ പൊത്തി വളർത്തിയ തന്റെ കുഞ്ഞു മകളാണ് ശില പോലെ ഇരിക്കുന്നത്. ആ മകളുടെ ചെറുപ്പത്തിലെ ഓരോ കുറുമ്പുകളും മനസ്സിലൂടെ പോകുമ്പോ നെഞ്ചൊക്കെ തകർന്നു പോകുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ ഹീറോയില്ലേ സൈക്കോ എടുത്ത് പഞ്ഞിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനെ അവസാനം അവനെ കൊല്ലാൻ നോക്കുമ്പോ ജീവിത നമ്മുടെ ഹീറോയെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോ അവനെ കമ്പി നിലത്ത് കുത്തിവെച്ചിട്ട് നിങ്ങളുടെ മകളെ കൊന്നത് ഈ രാക്ഷസനാണ്. അങ്ങനെ നമ്മുടെ ആവണിയെ രക്ഷപ്പെടുത്തിയിട്ട് ഹീറോ അവിടുന്ന് തിരിച്ചു പോകുമ്പോ നമ്മുടെ രവിയുടെ അരികിലെ അവനെ ചേച്ചി ഇരിക്കായിരുന്നില്ലേ. എന്നാൽ ഹീറോ കൂട്ടിക്കൊണ്ടുപോകുന്നത് തന്റെ പ്രണയിനെ ബുജിയാണെന്ന് കരുതിയിട്ട് അവളുടെ പിന്നാലെ ബുജി എന്ന് വിളിച്ച് അവളെ കൊല്ലാനെ കയ്യിലൊരു കമ്പിയുമായിട്ട് പോവാണ്. ആ കാഴ്ച കാണുമ്പോ ജീവിതയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാല് അവളെ കൊല്ലാന് അവനെ കമ്പി ഉയർത്തിയപ്പോ ജീവിതം മറുത്തൊന്നും ചിന്തിച്ചില്ല. സ്വന്തം അനിയന്റെ നെഞ്ചില് കമ്പി കുത്തിയിറക്കാണ്. അതായത് അവൻ ചോദിച്ചു വാങ്ങിയ മരണാണിത്. സ്വന്തം മകളെ കൊലപ്പെടുത്തിയത് തന്റെ അനിയനാണെന്ന് അറിഞ്ഞിട്ടും എവിടേക്കോ അവനോട് ക്ഷമിച്ചതാണ്. എന്നാൽ ഇനിയും ഇതുപോലെ പല പെൺകുട്ടികളുടെ ജീവിതവും അവൻ ഇല്ലാതെയാക്കുന്ന ഉറപ്പായപ്പോ ജീവിതയ്ക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസിനെയും നാടിനെ വിറപ്പിച്ച ആ ഒരു സൈക്കോയുടെയും അതുപോലെ നമ്മുടെ ഈ ഒരു സിനിമയുടെയും കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു കഥയായിരുന്നില്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമ്മൾ ഇനിയും കാണുള്ളൂ. അതുപോലെ ഈ ഒരു വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിലും അടിപൊളി കഥകൾക്കായിട്ട് ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.